ഞങ്ങൾ ഒരു ആക്ടറുടെ അടുത്ത് കഥ പറയാൻ പോയിട്ട് നടപടി ആവില്ല എന്ന് മനസ്സിലായി. കാരണം പുള്ളി കഥേനെക്കുറിച്ച് ഒന്നും പറയണില്ല. കേട്ട് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല, വേറെ കാര്യമൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ വണ്ടിയുടെ ടയർ മാറ്റാൻ സമയമായി, ഇക്കടെ വണ്ടിയുടെ ടയർ എവിടെ അതൊക്കെ ചോദിച്ചു. നമുക്ക് അപ്പം സങ്കടമായി. പക്ഷെ പുള്ളി അന്ന് അത് ശ്രദ്ധിക്കാത്തതിന് വേറെ റീസൺ ഉണ്ട്, അത് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായത്. അതൊന്നും കൂടെ പറയണില്ല. അപ്പൊ ഞങ്ങളവിടെ അതെ 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 അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്താണ്, ഊണ് കഴിക്കാതിരിക്കുമ്പോഴാണ് ഇക്ക പറയണത്, ജയസൂര്യനൊന്ന് വിളിച്ചു നോക്കിയാലോ. പിന്നെന്താ ജയസൂര്യനെ വിളിച്ച് നോക്കുമെന്ന് പറഞ്ഞു. ജയേട്ടനെ വിളിച്ച് നോക്കിയപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞ് ഇക്ക അതിനെന്തൊക്കെ. അപ്പോൾ ഇക്ക പറഞ്ഞ് അതെ 3 പേരുടെ ഒരു കൂട്ടക്കളി പരിപാടിയാണ്, മെയിൻ സിംഗിൾ ഹീറോ പരിപാടിയല്ല, കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു. അന്ന് ചേട്ടൻ പറഞ്ഞ ഡയലോഗ്, എനിക്കങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ മങ്കി പെൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യോ, അതിലാ പയ്യനല്ലേ ഹീറോ. അത് കുഴപ്പമൊന്നുമില്ല, ഇക്ക എന്തായാലും റൈറ്റേഴ്സുമായിട്ട് വാ എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ജയേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കുന്നു. ഇൻ്റർവെല്ലൊരായപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ ചിരിക്കണതൊക്കെ ഉണ്ട്. ഇൻ്റർവെല്ലായപ്പോൾ പുള്ളി ഒരു മിനിറ്റാന്ന് പറഞ്ഞ് എണീറ്റ് പോയി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ നോക്കാം. ആലുചേട്ടനുണ്ട്, നാദർശക്കുണ്ട്, ഞാനും ബിബിനും ഉണ്ട്. ഇങ്ങനെ എന്താ ബാക്കി വായിക്കേണ്ടെന്നായിരിക്കുമോ പറയണത്, എന്താ സംഭവം എന്നറിയില്ല. പുള്ളി ചിരിക്കണൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നിയത്. പിന്നെ പുള്ളി അങ്ങനെ എണീപ്പിച്ച് വിടാൻ സാധ്യതയില്ല. പുള്ളി ആ ഭാഗത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞേ, അപ്പോൾ ഇക്ക ചോദിച്ച് എന്താടാ നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെന്തൊക്കെ അങ്ങനെ ചോദിച്ചത്, ഞാനിത് കഴിയാൻ സമയം എടുക്കും, നിങ്ങൾക്കുള്ള ഫുഡ് റെഡിയാക്കാൻ പറയാൻ പോയാന്ന് പറഞ്ഞു വീട്ടിൽ. അത് ചേട്ടൻ ഭയങ്കര സന്തോഷമായി. മൊത്തം സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിച്ച് അപ്പം തന്നെ ഫിക്സ് ചെയ്ത് പുള്ളിയാണ് അക്ബർ എന്നുള്ള കാര്യം.